ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. പ്രഥമനിൽ രാജാവായ അടപ്രഥമനില്ലാതെ എന്ത് ഓണാഘോഷം അല്ലേ? ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫുൾ പ്രൂഫ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ഇതിനായി വേണ്ടത് 200 ഗ്രാം മട്ട അരിയുടെ അടയാണ്. കടകളിൽ വാങ്ങിക്കാനായി കിട്ടുന്ന അടയ്ക്ക് ഒരല്പം വലിപ്പ കൂടുതലുണ്ടാകും. എങ്കിൽ കൂടി അത് പൊടിക്കാനോ നുറുക്കാനോ ഒന്നും നിൽക്കരുത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളച്ച ശേഷം ഈ അട അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉടൻ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യും വേണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി ചേർക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വെയിറ്റ് ഇട്ട ശേഷം മൂടി കൊണ്ട് മൂടി അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇപ്പോൾ തുറന്നു കഴിയുമ്പോൾ ഇത് പകുതിയോളം വെന്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണാം, ഇതൊരു റിബൺ സൈസിൽ അല്ലെങ്കിൽ ഷീറ്റ് മുറിച്ച പോലെ ആയിരിക്കും ഇത് കെടുക്കാനുണ്ടാവുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അട വെന്ത ശേഷം മാത്രമേ ശർക്കര പാനിയിൽ ചേർക്കാവൂ, അല്ലെങ്കിൽ അതിൽ കിടന്ന് ഇതൊന്നും കൂടെ കട്ടി വയ്ക്കുന്നതാണ്. അട വെന്ത വെള്ളത്തിൽ നിന്ന് മാറ്റിയ ശേഷം 2-3 തവണ ടാപ്പ് വാട്ടറിൽ പശ കളയുന്നതിനായി കഴുകിയെടുക്കുക. അട ഇപ്പോൾ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. മുഴുവനായി ഇത് കുക്ക് ചെയ്യുന്നതിനായിട്ട് കുക്കറിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ലിറ്റർ വെള്ളം എടുക്കുക. അതിനുശേഷം ഈ ഊറ്റി വെച്ചിട്ടുള്ള അട അതിലേക്കിട്ട് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കുക. കുക്കറിലിട്ട് വേവിച്ചാൽ ഇത് കലങ്ങിപ്പോകുമെന്നൊന്നും പേടിക്കണ്ട. ഒറ്റ വിസിലിൽ ഇത് കറക്റ്റായിട്ട് വെന്തു കിട്ടും. നല്ല പാട പോലെയാവും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അട വെന്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 വെള്ളത്തിൽ ഇതിനെ കഴുകിയെടുക്കണം. അടുത്തതായി പ്രഥമന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതിനായിട്ട് 560 ഗ്രാം ശർക്കരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കട്ടയെല്ലാം അലിയിച്ച ശേഷം അരിച്ചെടുക്കുക. ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അത് എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ പരുവമാകുമ്പോൾ കോരി മാറ്റുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 50 ഗ്രാം കശുവണ്ടിയാണ്. അതും നല്ല ചുവക്കെ വറുത്ത് കോരി മാറ്റുക. കശുവണ്ടി വറുത്ത് കോരിയ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുക. ഇനി ഈ നെയ്യിലേക്ക് വേണം നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് ഇതിനെ മയപ്പെടുത്തിയെടുക്കാനായിട്ട്. ഇത് കൈയെടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ കണ്ടോ, നന്നായി പതഞ്ഞ് പൊങ്ങി വരും. നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളം പകുതിയോളം ഇതിലെ വറ്റണം. എങ്കിൽ മാത്രമാണ് ഈ ഒരു പരുവത്തിലേക്ക് എത്തുള്ളൂ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അടയും 2 ടേബിൾ സ്പൂൺ കുതിർത്ത ചവരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പായസത്തിന് വേണ്ടുന്ന തരത്തിൽ ഈ അട നുറുങ്ങി വരുന്നതാണ്. ഇനി അടുത്തായി ചെയ്യേണ്ടത് ശർക്കര പാനിയിൽ കിടന്ന് ഈ അട നന്നായി വെന്ത് വരണം, നന്നായി വരട്ടിയെടുക്കണം. അതിനായി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഏതാണ്ട് ഒരു നൂൽ പരുവത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ചട്ടുകത്തിൽ നിന്നും വിട്ടുവരുന്ന സമയത്തോ മാത്രം ബാച്ചുകളായി തിരിച്ച് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. 2ാം പാലാണ് ചേർക്കേണ്ടത്. അത് ആദ്യം ഒരു കപ്പ് പാല് ചേർക്കുക. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് കുറുകി വന്നതിന് ശേഷം അടുത്ത ബാച്ച് ചേർക്കുക. അങ്ങനെ 3.5 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 2ാം പാൽ മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് 2 നുള്ള് ഉപ്പാണ്. ഇത് നിർബന്ധമായും ചേർത്തിരിക്കണം, കാരണം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇത് അത്യാവശ്യമാണ്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചുക്ക്, ജീരകം, ഏലക്ക ഇവ സമാസമം എടുത്ത ശേഷം കുറച്ച് പഞ്ചസാരയിൽ ഇത് പൊടിച്ചെടുക്കുന്നതാണ്. അത് 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുക്കും ജീരകവും ഏലക്കയും എല്ലാം ഇതിലേക്ക് യോജിച്ച് കിട്ടിയ ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 കപ്പ് 1ാം പാലാണ്. അതും തീ ഓഫ് ചെയ്ത ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലുള്ളൊരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം പായസം ഇരിക്കേണ്ടത്. ഇതിരിക്കും തോറും കുറുകുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സമയത്ത് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചുറ്റിച്ചു കൊടുക്കുക. മൊത്തം ഇതിലേക്ക് ചേർക്കുന്നത് 5 ടേബിൾ സ്പൂൺ നെയ്യാണ്.
ഇപ്പോൾ കണ്ടോ, അടയുടെ സൈസെല്ലാം നല്ല കറക്റ്റായി നുറുങ്ങി കിട്ടിയിട്ടുണ്ട്. പായസം ഇപ്പോൾ റെഡി ആയിട്ടുമുണ്ട്. അടപ്രഥമനിൽ ചേർക്കുന്ന അടയുടെ വേവ് കറക്റ്റായിരിക്കുകയും അതുപോലെ തന്നെ ചേർക്കുന്ന തേങ്ങാപ്പാൽ ബാച്ചുകളായി മാത്രം ചേർത്ത് വറ്റിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ നല്ലൊരു അടപ്രഥമൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഈ ഒരു മെഷർമെൻറ്റിൽ 2 ലിറ്റർ അടപ്രഥമൻ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ തിരുവോണ നാളിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.